Konnichiwa വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോ സെക്ടിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 12ന്റെ മലയാളം മാൻ ഹോ എക്സ്പ്ലനേഷൻ ആണ്. ആൻഡ് ഗൈസ്, ഈ എപ്പിസോഡ് ഒരു രക്ഷയും കാണത്തില്ല. ആൻഡ് ഇനി ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡ് ഒരു രക്ഷയും കാണത്തില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഞാനും മിസ്റ്ററും കൂടെ ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു എപ്പിസോഡ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അവൾ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? നിന്നെ ഇതിനു മുമ്പ് ഞാൻ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. അതല്ലേ ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടത്, നീ ആരാണെടി? പക്ഷേ എന്തായാലും മൗണ്ട് ഹോസക്കിലെ ഒരു ഡിസിപ്ലിൻ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പെണ്ണ്, ഇവൾക്ക് കുറെ പേരെ മയക്കാൻ പറ്റിയേക്കും. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ 80ഓളം വർഷം ഞാൻ ജിങ്ഹയിലുണ്ടായിരുന്നു. എന്നാൽ ഇവളെ പോലെ സൗന്ദര്യമുള്ള ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെ പ്രായം കുറവായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വീണേന്ന. ശരിയാണ്, അവൾ സുന്ദരിയൊക്കെയാണ്. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, നീ ആരാണെന്ന് പറഞ്ഞ് ചെങ്മെങ്ങിന്റെ കഴുത്തിലേക്ക് ആ സോഡ് അവൾ അടുപ്പിച്ചു. മൗണ്ട് ഹോസക്കിന്റെ മാർഷൽ യൂണിഫോം കണ്ടില്ലേ? എന്ത്? ആ ടൈമിലാണ് അവളത് ശ്രദ്ധിക്കുന്നത്. ചെങ്മ്യാങ് ആ ഒരു സിമ്പിളിൽ തൊട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അല്ല, നീ ആരാണ്? തേർഡ് ക്ലാസ് ഡിസിപ്ലിനിലാണോ? ഇതിനു മുമ്പ് ഞാൻ നിന്നോടെ കണ്ടിട്ടില്ലല്ലോ. അതെ, പക്ഷേ തേർഡ് ക്ലാസ് ഡിസിപ്ലിന് ഈ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് സ്പെഷ്യലുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ആരുടെ കയ്യിൽ നിന്ന്? സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്നോ? അതെ, പക്ഷെ അദ്ദേഹം ഒരു തേർഡ് ക്ലാസ് ഡിസിപ്ലിന് ഈ ഒരു പെർമിഷൻ കൊടുത്തുന്നോ? അതെ, നീ കള്ളം പറയുകയാണ്. വേണമെങ്കിൽ പോയി ചോദിച്ചോ, ഞാനെന്തിനാണ് മൗണ്ട് ഹോസക്കിലുള്ള മറ്റൊരാളോട് കള്ളം പറയണത്? അതിലെല്ലാം ഉപരി ആദ്യം ഈ സോഡെന്നെടുത്ത് മാറ്റിക്ക്. അത് ശരിക്കും ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞ് അവനെ തള്ളിയപ്പോൾ പെട്ടെന്ന് ആ സോഡ് അവൾ നേരെ തിരിച്ചു വലിച്ചു. അല്ല, എന്തൊക്കെയാണെങ്കിലും നിനക്കറിഞ്ഞൂടെ മറ്റൊരാൾ ട്രെയിൻ ചെയ്യുന്നത് കാണുന്നത് അത് ശരിക്കും പ്രൊഹിബിറ്റഡ് ആണെന്ന്? അതുകൊള്ളാം, ഇന്നലെ വരെ ഞാനാണ് ഇവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് നീ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റൂ? എന്തിനാണ് നീ എന്നെ ബ്ലെയിം ചെയ്യുന്നത്? അപ്പോൾ നിനക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ പുറത്തേക്ക് വരാൻ മേലായിരുന്നോ? അതുകൊള്ളാം, മൗണ്ട് ഹോസക്കിന്റെ പരിധിയിൽ ഞാൻ വരാൻ നേരത്ത് പെട്ടെന്ന് ഞാൻ ഇതുവരെ കാണാത്ത ഒരാളെ നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നേരെ അങ്ങോട്ട് കയറി ചെല്ലണോ, അതോ ഇത് ആരാണെന്ന് ഞാൻ മാറി നിന്ന് നോക്കണോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ആ ടൈമിൽ അവൾക്കൊന്നും പറയാൻ പറ്റിയില്ല. അല്ല, എന്തു പറ്റി? അവൾക്കുള്ള ദേഷ്യം വരുന്നുണ്ടോ? പെട്ടെന്ന് അവൾ മുഖം തിരിച്ചു കളഞ്ഞു. ആ സമയത്ത് തന്നെ ചെങ്മെങ്ങിന് ഒരു കാര്യം മനസ്സിലായി, ഇവൾക്ക് അത്ര നന്നായിട്ട് വേർഡ്സ് യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടെന്ന്. അവളുടെ സോൾ ശരിക്കും ഷാർപ്പായിരിക്കും, പക്ഷെ അവളുടെ നാവിന് അത്രക്ക് മൂർച്ചയില്ലല്ലേ. കൊള്ളാം കൊള്ളാം. നിന്റെ പേരെന്താണ്? ചെങ്മ്യങ്. എന്ത്? നിനക്ക് ഓൾറെഡി ടോസ്റ്റ് നെയിം കിട്ടിയോ? ഇല്ലില്ല, എന്റെ പേരാണ് പറഞ്ഞത് ചെങ് മ്യങ് എന്ന്. അല്ല, അതെങ്ങനെ ശരിയാകും? ചെങ് എന്ന് പറയുന്നത് നിനക്ക് അങ്ങനെ കിട്ടണ്ടല്ലോ, ഒരു ടോസ്റ്റ് നെയിമായിട്ട് കിട്ടണ്ടല്ലേ? അത് അതിന്റെ പേര് അങ്ങനെ ആയതുകൊണ്ടാണ്. അല്ല, ഇനി കിട്ടിയാലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ. സത്യം പറഞ്ഞാൽ എൻ്റെ പേരിന് അവിടെ എന്തെങ്കിലും ചേഞ്ച്. ആ, അത് ശരിയാണല്ലേ. ആ, അവിടെ മാറ്റമൊന്നും. ആ, ഇവള് മണ്ടി തന്നെയാ. ഉറപ്പായിട്ടും ഇവള് മണ്ടി തന്നെയാ. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി. എൻ്റെ പേര് യു ഇസിയോൾ. ഞാൻ ഒരു സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനാണ്. ആൻഡ് ഞാൻ നിന്റെ സീനിയർ കൂടിയാണ്. കാര്യം നീ ഒരു തേർഡ് ക്ലാസ് ഡിസിപ്ലിൻ എന്നുള്ളത് മറക്കണ്ട. സീനിയറോ? അപ്പോൾ ബേക്ക് എന്ന പേരുള്ള കുറച്ച് പേരും ഈ കൂട്ടത്തിലുണ്ടല്ലേ. ശരിയാണ്, സീക്വൻസ് പറയാൻ നേരത്ത് ചങ്ങുണ്ട്, മ്യങ്ങുണ്ട്, ഹ്യങ്ങുണ്ട്, ഉണ്ണുണ്ട്, ബേക്കുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഉണ്ണിനെക്കാട്ടും മുകളിൽ ബേക്ക് തന്നെയാണ് വരേണ്ടത്. പക്ഷേ ഇതുവരെ ബേക്ക് എന്ന പേരുള്ള ആരെയും തന്നെ ഞാൻ മൗണ്ട് ഹോസക്കിൽ ഇതുവരെ കണ്ടിട്ടില്ല. നിനക്ക് അത്ര പറയാനുള്ളതെന്ന്. നിനക്ക് ഗ്രീറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടെ? ഈ കൊച്ചുകുരിപ്പ്. ഹാ, അടങ്ങടങ്ങടങ്ങ്. അവൾ ഇപ്പോഴും ഒരു കൊച്ചു പെണ്ണ് മാത്രമാണ്. സീനിയർ, നൈസ് ടു മീറ്റ് യു. ആ, ഓക്കെ ഓക്കെ. പക്ഷേ അതിനെല്ലാം ഉപരി രാവിലെ ആകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം. പക്ഷേ ഇവളെന്തിനാണ് എൻ്റെ ട്രെയിനിങ് വേണ്ടി വന്നെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. ഞാൻ എന്തായാലും സെക്യൂരിറ്റിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നീ സത്യമാണോ പറഞ്ഞതെന്ന് എനിക്കൊന്നറിയണം. നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ കള്ളമാണ് പറഞ്ഞതെന്ന് ഞാൻ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നീ അനുഭവിക്കാൻ പോകുന്നത്. അതും പറഞ്ഞുകൊണ്ട് അവൾ നേരെ പുറകിലേക്ക് നടന്നു. ചെങ്മ്യങ് നൈസിൽ തിരിഞ്ഞു നോക്കി. ആ ടൈമേ അവൾ പറഞ്ഞു ചെയ്യും, ശരിക്കും സ്ട്രേഞ്ച് ആയുള്ള ഒരു കുട്ടി തന്നെ. ആര്? ഈ ഈ ഞാനാ? പിന്നെ കാണിക്കുന്നത് നമ്മുടെ മൗണ്ട് ഹോസക്കിലെ തേർഡ് ക്ലാസ് ഡിസിപ്ലിൻസ് ആണ്. അവരെല്ലാവരും തന്നെ ശരിക്കും മൂഡ് ഓഫിലാണ്. ഇത് ചങ്മ്യാങ് ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, ഇവർക്കിത് എന്ത് പറ്റിയാടാ? കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയർ ശരിക്കും ഗ്ലൂമി ആണല്ലോ. എന്തെങ്കിലും സംഭവിച്ചോ? അല്ലടാ, ഇവിടെ എന്ത് പറ്റി? അത് സീനിയേഴ്സ് തിരിച്ചു വരുന്നുണ്ട്. സീനിയേഴ്സ്? ആ ബേക്ക് എന്ന പേരുള്ളവരാ? അല്ല, അവർ തിരിച്ചു വന്നെന്താ പ്രശ്നം? ആദ്യത്തെ കാര്യം, നീ അവരെ ബേക്കെന്ന് വിളിക്കല്ലേ. അങ്ങനെ അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിനക്ക് പണിഷ്മെന്റ് കിട്ടും. പണിഷ്മെന്റ് എനിക്ക് കിട്ടുമെന്നോ? ഓ, അതിനെപ്പറ്റി ചിന്തിച്ചില്ല. അത് പോട്ടെ, അതെന്തെങ്കിലും ആട്ടെ. പക്ഷേ അതല്ല, മൗണ്ട് ഹോസക്കിൽ നിന്ന് അവർ പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഡോർ ട്രെയിനിങ്ങിന് വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവരും കൂടെ പാർപ്പിക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അവരെല്ലാവരും തന്നെ ഒരു ലാർജ് സ്കെയിലിലെ ക്ലോസ്ഡ് ഡോർ ട്രെയിനിങ്ങിന് വേണ്ടി പുറത്തേക്ക് പോയത്. അല്ല, അതിനാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവരിവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ, ആ കൂട്ടത്തിൽ എന്തെങ്കിലും കൊള്ളാത്ത ആരെങ്കിലും സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടോ? കൊള്ളാത്ത സ്വഭാവം ഇവിടെ എടുത്തിട്ട് അലക്കുന്ന ഒരുത്തുണ്ട്. അതിൻ്റെ അത്ര ഒന്നുമില്ല. എന്താണ് പറഞ്ഞത്? ഒന്നുമില്ല ഒന്നുമില്ല. ഞാൻ കാര്യം പറയാം. അത് കോൺഫറൻസ് കാരണമാണ്. കോൺഫറൻസോ? അല്ല, അതെന്താണ്? ആ, ഞാൻ പറഞ്ഞു വരുന്നത്, മൗണ്ട് ഹോസെക്റ്റും സദേൺ എഡ്ജ് സെക്റ്റും തമ്മിലുള്ള ഒരു കോൺഫറൻസ്.
അതൊരു മാർഷൽ ആർട്ട് കോമ്പറ്റീഷനാണ്. മൗണ്ട് ഹോസെക്റ്റും സദേൺ എഡിസെക്റ്റും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ. സാധാരണ എപ്പോഴും അത് നടക്കാറുണ്ട്. ഓ, ഞാനതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. സാധാരണ കോൺഫറൻസ് നടക്കുന്നത് എല്ലാ 5 വർഷം കൂടെ നിർത്താണ്. പക്ഷെ കാര്യങ്ങൾക്ക് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, എല്ലാവരും പറയണത് ഇത് എക്സ്പീരിയൻസ് എക്സ്ചേഞ്ച് ചെയ്യാനാണെന്നാണ്. പക്ഷെ ഉള്ളത് പറയാലോ, ഇത് സെക്കൻഡ് ക്ലാസ്സും തേർഡ് ക്ലാസ്സും തമ്മിലുള്ള ഒരു മാർഷൽ ആർട്ട് കോമ്പറ്റീഷൻ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇതിനെ കോമ്പറ്റീഷൻ എന്ന് വിളിക്കാനും പറ്റത്തില്ലടാ. ഇത് ഒരു വൺ സൈഡ് ബീറ്റിംഗ് മാത്രമാണ്. അവർ കാരണം ഉണ്ടായ ഇഞ്ചുറീസിന്റെ വേദന ഇപ്പോഴും പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് മൗണ്ട് ഹോസക്കിലെ എല്ലാ തേർഡ് ക്ലാസ് ഡിസിപ്ലിൻസും അങ്ങനെ ഗ്ലൂമി ആയിട്ട് ഇരുന്നത്. അപ്പോൾ നീയൊക്കെ പറഞ്ഞു വരുന്നത് എൽഡേഴ്സിൻ്റെ ഇൻവോൾവ് ആകത്തില്ല, കാര്യങ്ങൾ ഗുരുതരമായാലും നോർത്ത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ക്ലാസ്സും തേർഡ് ക്ലാസ്സും തമ്മിൽ പരസ്പരം ഫൈറ്റ് നടക്കും എന്നാണ്. ആൻഡ് അവർ ഇത്ര നാൾ നിന്നൊക്കെ വലിച്ചിട്ട് കീറുമായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അതെ, ഉള്ളത് പറയാലോ, സീനിയേഴ്സ് എല്ലാം ക്ലോസ് ഡോർ ട്രെയിനിങ്ങിന് പോയതിൻ്റെ മെയിനുള്ള റീസണും ഇത് തന്നെയാണ്. ആ ഒരു ഹ്യൂമിലിയേഷൻ വീണ്ടും. പക്ഷേ അവർ തിരിച്ചു വന്നു. അതിനർത്ഥം കോൺഫറൻസ് അടുക്കാറായിരിക്കുന്നു. അപ്പോൾ നീയൊക്കെ പറഞ്ഞു വരുന്നത് സ്വാധീനടിച്ച സെക്റ്റുമായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടെന്നാണല്ലേ? നായിൻ്റെ മക്കള് മൗണ്ട് ഹോസെക്റ്റ് വീക്കായിരുന്ന സമയത്ത് കോമ്പറ്റീഷനും കോപ്പെന്നൊക്കെ പറഞ്ഞ് തലയിലേക്ക് കയറുന്നത് പോരാ നീയൊക്കെ ഞങ്ങളെ കൊച്ചാക്കി കാണുവാണല്ലേ? മൗണ്ട് ഹോസെക്റ്റ് ഏത് അവസ്ഥയിലാണെങ്കിലും ഈ ഒരു ചാൻസ് ഞാൻ ഒരിക്കലും മിസ്സാക്കത്തില്ല. അപ്പോൾ സീനിയർ നാറുകൾ അവന്മാർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമായിരിക്കുമല്ലോ. അത് പിന്നെ വരുമായിരിക്കും. പക്ഷേ ഉള്ളത് പറയാലോ, ആ ഒരു ക്ലോസ് ഡോർ ട്രെയിനിങ് ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും ഈ കോമ്പറ്റീഷനിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും നല്ല ഡൗട്ടുണ്ട്. ഇവിടെ നമ്മൾ വിജയിക്കുക എന്നുള്ള കാര്യത്തിലും ശരിക്കും ഗ്യാരണ്ടി ഒന്നുമില്ല. അങ്ങനെയാണോ? എങ്കിലൊരു കുഴപ്പമില്ല, നമ്മളായിരിക്കും ഇവിടെ ജയിക്കാൻ പോകുന്നത്. സീനിയർ ബ്രദേഴ്സ്, നിങ്ങളിവിടെ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണല്ലോ? നിങ്ങളിവിടെ വിജയിക്കാൻ റെഡിയാണല്ലോ? നിങ്ങൾ വിഷം കഴിക്കേണ്ടി വന്നാലും കയ്യും കാലും ഒടിക്കേണ്ടി വന്നാലും ആ നായിൻ്റെ മക്കളുള്ള സദ്യനടിച്ച് സെക്കൻഡ് എല്ലാത്തിനും വലിച്ചു കയറാൻ നിങ്ങൾ റെഡിയാണോ അല്ലയോ? നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ നായിൻ്റെ മക്കൾ ഇവിടുന്ന് ചോരം തുപ്പിയായിരിക്കും പോകുന്നത്. സദ്യനടിച്ച സെക്കൻഡിനെ നമ്മളൊരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് ചങ് മെങ് ഉച്ചത്തിൽ കിടന്ന് അലറുകയാണ്. പിന്നെ കാണിക്കുന്നത് മൗണ്ട് ഹോസെക്കിലെ ആ ഒരു മെയിൻ സ്ഥലമാണ്. അപ്പോൾ സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻസും വരാൻ തുടങ്ങിയല്ലേ? അതേ സെക് ലീഡർ, കുറച്ച് പേരൊക്കെ ഹുയിലൊക്കെ എത്തിയിട്ടുണ്ട് ആൻഡ് ബാക്കിയുള്ളവരൊക്കെ വരുന്നതേ ഉള്ളൂ. പക്ഷേ സെക് ലീഡർ, ഇതെന്താണ്? സത്യം പറഞ്ഞാൽ 6 മാസം കൂടെ കഴിഞ്ഞല്ലായിരുന്നോ ഈ ഒരു കോൺഫറൻസ് നടക്കേണ്ടത്? ഇതെന്താണ് കുറച്ചുകൂടെ നേരത്തെയായത്? സദേൺ എഡ്ജിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയിരുന്നു. അവർ പറഞ്ഞത് അവർക്ക് കുറച്ചുകൂടെ നേരത്തെ തന്നെ ഇത് നടത്തണമെന്നാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ പുഷ് ചെയ്താൽ പോരെ? പക്ഷേ അതൊട്ടും തന്നെ നല്ലൊരു സിറ്റുവേഷൻ അല്ല. സെക് ലീഡർ, ഞാനൊന്ന് പറയട്ടെ, മൗണ്ട് ഹോസെക്റ്റ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുവാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എല്ലാം നോക്കിയത്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ വിഷമിക്കേണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് വരുന്നേ ഉള്ളൂ. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ നമ്മളെല്ലാവരും മാർഷൽ ആർട്ടിസ്റ്റ് തന്നെയല്ലേ? നമ്മുടെ കോറിൽ അത് തന്നെയല്ലേ ഉള്ളത്? പുതിയ ലേണിങ്സും പുതിയ മാർഷൽ ആർട്ട് ടെക്നിക്കും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്ന ഒരു ചാൻസ് ആയിട്ട് മാത്രം കണ്ടാൽ പോരെ? ആൻഡ് എന്തൊക്കെ പറഞ്ഞാലും 17 സെക്കൻഡ് അത്രയും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല നമ്മളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റിസൾട്ട് ചിലപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും. ഇതിനു മുമ്പ് എങ്ങനെയാണോ മൗണ്ട് ഹോസെക്റ്റും 17 സെക്കൻഡ് തമ്മിൽ കോൺഫറൻസ് നടന്നത് അതുപോലെ തന്നെയായിരിക്കും. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് കുട്ടികളെല്ലാവരുടെയും കണ്ണിൽ ചെറിയൊരു ചെറിയൊരു ആശ്വാസമുണ്ട്. അവർക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെന്ന്. ആ ഒരു മെൻറ്റാലിറ്റി ചിലപ്പോൾ നഷ്ടപ്പെട്ടാലോ ഇത് കഴിയാൻ നേരത്ത്? നീ എന്താണ് വിചാരിച്ചത്? അത് ഞാൻ ചിന്തിച്ചിട്ടില്ലെന്നോ? പക്ഷേ ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ? എനിക്കറിയാം നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. നമ്മളിത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനിത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും ചിന്തിക്കത്തില്ലേ അവരുടെ എബിലിറ്റിയിൽ അവരുടെ സ്വന്തം സെക് ലീഡറായുള്ള എനിക്ക് വിശ്വാസമില്ലെന്ന്? അല്ല, അത് എനിക്കറിയാം ചിലപ്പോൾ ഈ ഒരു സമയത്തും നമുക്കധികം നന്നായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. മേ ബി സദേൺ എഡ്ജ് സെക്റ്റും നമ്മൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അത്രയും വലുതായിരിക്കും. പക്ഷേ എങ്കിലും ഒരു മത്സരം തോറ്റെന്ന് പറഞ്ഞ് അത്ര നാണക്കേടൊന്നുമില്ലല്ലോ. നമ്മൾ പൊരുതി തന്നെയല്ലേ തോക്കുന്നത്. പിന്നെ അവരെന്തായാലും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രതിഫലം അവർക്ക് ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ ഫൈറ്റ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പോലും പറ്റത്തില്ല. ടെമ്പററി നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ടിന് വേണ്ടി നമ്മളിത് വീണ്ടും വീണ്ടും തള്ളിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നമുക്ക് വലിയൊരു ചീത്തപ്പേര് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമായി തന്നെ മാറും. ആ, അത് ഞാൻ ചിന്തിച്ചില്ല. കുഴപ്പമില്ല, അവരെന്തായാലും തിരിച്ചു വരുന്നുണ്ടല്ലോ. നന്നായിട്ട് ഒരു ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അവർക്ക് വേണ്ടിയുള്ള ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാം. യെസ് സെക് ലീഡർ, അത് ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. പിന്നെ കാണിക്കുന്നത് അവൻ പുറത്തേക്ക് പോയി. സെക് ലീഡർ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവൻ പതുക്കെ നടന്ന് അവിടെ ആ ജനലിൻ്റെ അടുത്തേക്ക് ചെന്നു. അത് തുറന്ന് പുറത്തേക്ക് നോക്കി നിന്നു. ഉള്ളത് പറയല്ലോ, എൻ്റെ ഹൃദയത്തിൽ ഒരു മുള്ളു കുടുങ്ങിയത് പോലെ. ഓരോ തവണ ശ്വാസം എടുക്കാൻ നിർത്തും എൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുന്ന വേദനയാണ് എനിക്കുണ്ടാകുന്നത്. ഈ
സദേൺ എഡ്ജ് സെക്റ്റിന്റെ കാര്യം. അല്ല, നീ എന്താണ് പറയുന്നത്? അപ്പൊ നമുക്ക് സദേൺ എഡ്ജ് സെക്റ്റ് ജയിക്കാൻ പറ്റുമെന്നാണോ? ഇപ്പൊ പറ്റത്തില്ല. അല്ല, നമ്മൾ ശരിക്കും സ്ട്രോങ്ങറായി മാറിയില്ലേ? ശരിയാണ്, നിങ്ങൾ സ്ട്രോങ്ങറായി മാറി. പക്ഷേ ദേ ഇത്ര മാത്രം. ആ ടൈമിൽ അവന്മാരൊന്നും തന്നെ മിണ്ടില്ല. ചുമ്മാ ചുമ്മാ പറഞ്ഞാണ്, വിഷമിക്കണ്ട. നിങ്ങൾ കുറച്ചുകൂടെ വളർന്നിട്ടുണ്ട്. എനിക്കറിയായിരുന്നു. പിന്നല്ല. ദേ ഇത്രയും മാത്രം. നീ എന്താ കളിയാക്കുവാണ് ഞങ്ങളെ? ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ പറയുന്ന പോലെ എല്ലാം ചെയ്ത് ചത്ത് ജീവിച്ചാണ് ഞങ്ങൾ ഇവിടെ നിന്നിട്ടുള്ളത്. എനിക്ക് ഉറപ്പാണ് ഞങ്ങൾ സ്ട്രോങ്ങറായി മാറിയിട്ടുണ്ട്. എൻ്റെ ബോഡിയിൽ ആ ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓ, സ്ട്രോങ്ങറായി മാറിയിട്ടുണ്ട്. കേട്ട് കേട്ട് കേട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീയൊക്കെ സ്ട്രോങ്ങറായി മാറിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ആ ടൈമിൽ ഗിളിന് ഒന്നും പറയാൻ പറ്റിയില്ല. ഉള്ളത് പറയാലോ, ഇവരുടെ അത് തേർഡ് ക്ലാസ് ഡിസിപ്ലിൻസിന്റെ എല്ലാത്തിനും ഗ്രോത്ത് റേറ്റ് അത് ശരിക്കും സ്കേറിയാണ്. സത്യം പറഞ്ഞാൽ മറ്റാരെക്കാട്ടും നന്നായിട്ട് തന്നെ ഇവർ സ്ട്രോങ്ങറായി മാറുന്നുണ്ട്. എന്നാൽ പഴയ മൗണ്ട് ഹോസക്കിലെ തേർഡ് ക്ലാസ് ഡിസിപ്ലിനെ വെച്ച് നോക്കാത്തത് ഇവർ ശരിക്കും പിന്നിലാണ്. ആൻഡ് സദേൺ എഡ്ജ് വെച്ച് നോക്കാത്തത് ഇവർ ശരിക്കും പിന്നിലാണ്. ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അധികം വൈകാതെ തന്നെ നന്നായിട്ട് സ്ട്രോങ്ങർ ആകാനൊക്കെ പറ്റും. ആൻഡ് ഇപ്പോൾ എനിക്കാരെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പ്രോബബിളി ജോഗിളും മാത്രമായിരിക്കും. അവന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്ര ഫേവറിലായിട്ട് ഈ ഒരു മാച്ച് എത്താൻ പോകുന്നത്. പിന്നെ യൂൺ ജോങ് ഉണ്ട്, അവനും ഈസി ആയിട്ടുള്ള മാച്ചപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവനോട് വിജയിക്കാൻ സാധിച്ചേക്കും. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യം അതങ്ങനെയല്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജയിക്കാൻ പോകുന്നത്? നീ വീട് സ്ട്രോങ്ങറായി മാറണം. അല്ല, ഇനി 10-15 ദിവസമേ ഉള്ളൂ. നീ എന്താണ് ഈ പറഞ്ഞത്? കഴിഞ്ഞ മാസങ്ങളായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇത്ര എത്തിയുള്ളൂ. അപ്പോൾ ഈ 15 ദിവസം കൊണ്ട് എന്ത് ഡിഫറൻസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഈ 15 ദിവസം കൊണ്ട് എന്താണ് അവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ടല്ലടാ, ആദ്യം തന്നെ നിന്നോടല്ല ഞാൻ ചോദിച്ചത്, നീയൊക്കെ ചാകാൻ റെഡിയാണോ എന്ന്. പിന്നെ കാണിക്കുന്നത് അന്നേ ദിവസം രാത്രിയാണ്. അല്ലടാ, അവനെന്താണ് പറഞ്ഞത്? ട്രെയിനിങ് മെത്തേഡ് ചേഞ്ച് ചെയ്യണമെന്നോ? അതെ, അതുകൊണ്ടാണ് ഈ രാത്രി ഇവിടേക്ക് വിളിച്ചത്. അല്ല, ഇതപ്പോൾ കുറച്ചുകൂടെ പാടായിരിക്കുമല്ലേ? ഇവിടെ കുഴപ്പമില്ല, നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പാട് എന്ത് കോപ്പ്. ആ ടൈമിലാണ് അവൻ പറഞ്ഞത്. എല്ലാവരും ഇവിടേക്ക് എത്തിയല്ലേ? പെട്ടെന്ന് അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ചെങ്മെങ് അവിടെ നിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഗ്യാദർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇനി എങ്ങനെ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്? ആ ടൈമിൽ അവൻ ആ വുഡൻ സോഡ് നിലത്തേക്ക് വെച്ചു. എന്നിട്ട് അവൻ്റെ അരയിലേക്ക് കൈ കൊണ്ടുവന്ന് മറ്റൊരു സോഡ് നേരെ പുറത്തേക്കെടുത്തു. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സ്റ്റക്കായി. അല്ലടാ, അതൊരു ഒറിജിനൽ സോഡല്ലേ? ശരിയാണ്, അതൊരു ഒറിജിനൽ സോഡാണ്. ഇവൻ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ പുതിയൊരു ട്രെയിനിങ് മെത്തേഡ് ഇവിടെ ചെയ്യാൻ പോകുവാന്ന് പറഞ്ഞില്ലേ? ഉള്ളത് പറയാലോ, ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞ് അവൻ്റെ കഴുത്തിലേക്ക് അതെടുത്ത് വെച്ചു. നീയൊക്കെ മരണം ഒരു വട്ടം നേരിട്ട് കണ്ടാൽ മതി. ഇവൻ എന്താണ് ഈ പറയുന്നത്? ഈ ഭ്രാന്തൻ, ഇവൻ നമ്മളെന്തെങ്കിലും ചെയ്യുമോ? എനിക്ക് പേടിയോന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തോക്കുന്നതിനെക്കാട്ടും നല്ലത് ചാകുന്നത് തന്നെയാണ്. ആൻഡ് അതിനുപരി ആ സദേൺ എഡ്ജ് മുമ്പിൽ ഞാൻ തോക്കാനും പോകുന്നില്ല. പെട്ടെന്ന് എല്ലാവരും ഒന്ന് പേടിച്ച് വിറച്ച്. അപ്പോൾ സീനിയേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വിജയിക്കാൻ പറ്റും. അല്ല, നിങ്ങളിവിടെ വിജയിച്ചിരിക്കണം. നിങ്ങൾ എല്ലാവരും തന്നെ വിജയിക്കുകയും ചെയ്യും. അത് ഞാൻ ഉറപ്പ് തരുന്നു. അല്ല, നിക്ക്. നീ പറയുന്നത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നീ കുറച്ചു മുമ്പ് എന്താണ് പറഞ്ഞത്? മരണം നേരിട്ട് കാണണമെന്നോ? ഒരു കാര്യം ചെയ്യാം, സ്റ്റാർട്ടേഴ്സിന് നീ മുന്നിലേക്ക് വാ. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി. ആ ടൈമിൽ തന്നെ യൂണോന്റെ മുഖം മുടിച്ചു. നേരെ ബാക്കിലേക്ക് നോക്കിയപ്പോൾ ബാക്കിയുള്ള ഡിസിപ്ലിൻസ് എല്ലാവരും മുഖം മാറ്റി കളഞ്ഞു. എടാ നായിൻ്റെ മക്കളെ, നീയൊക്കെ എല്ലാം കൂടെ എന്നെ ബലി കൊടുക്കാൻ പോകുവാണല്ലേ? വാ, മുന്നിലേക്ക് വാ. ശരി. അങ്ങനെ പതുക്കെ പേടിച്ചാണെങ്കിലും അവൻ നേരെ ചങ്മെങ്ങിന്റെ മുമ്പിലേക്ക് എത്തി. നിനക്ക് സ്ട്രോങ്ങർ ആണെന്നല്ല പറഞ്ഞത്? അതെ, ഉള്ളത് പറയാലോ, ഇത് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. നിങ്ങളെല്ലാവരും തന്നെ ശരിക്കും സ്ട്രോങ്ങർ ആയിട്ടുണ്ട്. സത്യമാണ്, നിങ്ങളുടെ ട്രെയിനിങ് ശരിക്കും ബലം കൊണ്ടിട്ടുണ്ട്. അല്ല, നീയല്ലേ പറഞ്ഞത് നമ്മൾക്ക് ഇങ്ങനെയാണെങ്കിൽ സദേൺ എഡ്ജിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന്? അത് സത്യമാണ്. അപ്പോൾ നമ്മൾ സ്ട്രോങ്ങറായി മാറണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ലീ സോങ് ബെക്കിനെ വെച്ചാണ് ബാക്കിയുള്ളവരെ ഞാൻ കമ്പയർ ചെയ്യുന്നെങ്കിൽ, അവനാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എങ്കിൽ ഇത് കുറച്ച് പാടായിരിക്കും. പക്ഷേ ഇമ്പോസിബിൾ എന്ന് പറയാൻ പറ്റത്തില്ല. യൂൺ ജോങ്ങിനും പിന്നെ ഗുള്ളിനും ഇത് പാസ്സാകാൻ പറ്റും. എന്നാൽ ബാക്കിയുള്ളവരുടെ കാര്യം അവർ ഉറപ്പായിട്ടും ഇവിടെ പരാജയപ്പെടും. അത് എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ചാൽ മാത്രമേ അവർ അല്ലല്ല, മിറാക്കിൾ സംഭവിച്ചാലും അവർ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ജയിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. ശ്രദ്ധിച്ചെല്ലാവരും കേട്ടോണം, നിങ്ങളുടെ പരാജയപ്പെടാൻ പോകുന്നത് നിങ്ങൾ വീക്ക് ആയതുകൊണ്ടല്ല, പകരം നിങ്ങളുടെ ബോഡി അതേപോലെ ട്രെയിൻ ആകാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ബോഡി ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ടും അതേപോലെ ആക്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അല്ല, ആക്ട് ചെയ്യാത്തത് കൊണ്ടോ? അതിനെന്താണ് ഒരു പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാണ് സോഡ് പഠിച്ചത്? അല്ല, അത് പിന്നെ മൗണ്ട് ഹോസക്കിൻ്റെയാണ് ആ ചോദ്യം ചോദിച്ചെങ്കിൽ ക്ലിയർ ആയിട്ട് ഒരു ഉത്തരമുണ്ട്. അത് നമ്മുടെ ബോഡിയുള്ള ആ ഒരു കൺട്രോൾ കിട്ടാനായിട്ടാണ്, എൻലൈറ്റ്മെൻറ്റ് കിട്ടാനായിട്ട്. ഒരു ടോയ്സ് സെക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സോഡ് പഠിക്കുന്ന ആകെപ്പാടുള്ള ഒറ്റ റീസൺ എന്ന് പറയുന്നത് എൻലൈറ്റ്മെൻറ്റിന് വേണ്ടി മാത്രമാണ്. പക്ഷേ ഇവൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം അതായിരിക്കത്തില്ല. എൻ്റെ ഒപ്പോണൻറ്റിനെ മറികടന്ന് ഞാൻ വിജയിക്കാനായിട്ട്. പെട്ടെന്ന് അവൻ ചിരിച്ചു.
അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ റെസ്പോൺസ് ടോട്ടലി ഒരു ടോയ്സിന് എതിരാണ്. ഡാർക്ക് ഫാക്ഷൻ പോലെ. എനിക്കിഷ്ടപ്പെട്ടു. ആ, എനിക്ക് തോന്നിയായിരുന്നു ഇവൻ. പക്ഷേ നീ പറഞ്ഞത് പകുതി ശരിയാണ്, പകുതി തെറ്റാണ്. ജയിക്കാൻ വേണ്ടി ആയിരിക്കണം. അപ്പോൾ പിന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സോഡ് കൊണ്ട് നീ ജയിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഞാൻ സ്ട്രോങ്ങറായി മാറണം. അത് തന്നെ. നീ നിന്റെ ഓപ്പോണന്റിനെക്കാട്ടും സ്ട്രോങ്ങറായി മാറണം. പക്ഷേ അവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ജൂനിയർ ബ്രദർ, ഉള്ളത് പറയല്ലോ, എനിക്കിപ്പോൾ എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. എടാ സിമ്പിളാണെന്ന് പറഞ്ഞ് അത് നേരെ അവൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തു ആ ഒരു വുഡൻ സോഡ്. ഇനി മുതൽ ഞാൻ നിങ്ങളോട്ട് സ്പാർ ചെയ്യാനായിട്ട് പോകുവാണ്. ഏ നിനക്ക് നിന്റെ കയ്യിലുള്ള എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ. പക്ഷെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സിംപ്ലി ഡൗൺവേർഡ് സിങ്സ് മാത്രമായിരിക്കും. അല്ല, നീ പറഞ്ഞത് നീ അത് മാത്രമേ യൂസ് ചെയ്യത്തുള്ള ആ ഒരു ഡൗൺവേർഡ് സിങ്സ്? അത് തന്നെ. അവൻ പെട്ടെന്ന് അവൻ്റെ സോഡിലേക്ക് നോക്കി. അല്ല, എനിക്കറിയത് ലിറ്റർ ഇമ്പോസിബിൾ ആണെന്ന് ഇവൻ്റെ മുമ്പിൽ ജയിക്കാൻ. പക്ഷേ അവൻ താഴത്തേക്ക് മാത്രം അറ്റാക്ക് ചെയ്യുന്നുള്ളെങ്കിൽ ചെറിയൊരു ചാൻസ് ഇല്ലേ? സിറ്റുവേഷൻ ശരിക്കും. ആ ടൈമിൽ അവൻ്റെ കാലുറപ്പിച്ച് ആ സോഡ് അവൻ നേരെ മുമ്പിലേക്ക് ഉയർത്തി. അവൻ നേരെ ഫൈറ്റ് ചെയ്യാൻ പ്രിപ്പയറായി. പക്ഷേ നീ ഒരു റിയൽ സോഡല്ലേ യൂസ് ചെയ്യുന്നത്? അത് ശരിയാണ്, എനിക്കറിയാം നീ നോക്കൊന്ന്. പക്ഷേ എങ്കിലും നീ എന്നെ ഒന്നും ഹേ വാടാ ഇങ്ങോട്ട് അല്ല, നീ എന്നെ അറുത്ത് കളയത്തൊന്നും നീ പേടിക്കണ്ടടാ. നാശം, അവനിപ്പോഴും പ്രോപ്പർലി ഒരു ഉത്തരം തന്നിട്ടില്ല. പക്ഷെ അവൻ എന്നെ അതുകൊണ്ട് മുറിച്ച് കളയത്തൊന്നും ഇല്ലായിരിക്കുമല്ലേ? എന്തെങ്കിലും പ്ലാനോ എൻ്റെ മനസ്സിൽ കാണും. അത് ശരിയാണ്. അല്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാവോ? എപ്പോൾ വേണമെങ്കിലും തുടങ്ങിക്കോ. കണ്ടിട്ട് നിനക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടിയ പോലെ ഉണ്ടല്ലോ. പിന്നല്ല, നീ നരകം കാണിക്കുന്ന പോലെയല്ല ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ചെറിയൊരു കോൺഫിഡൻസ്. ആ സമയത്ത് ചെങ്മെങ് നോക്കാൻ നേരത്ത് അവൻ്റെ കൈ ചെറുതായിട്ട് വിറക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത്. ഞാനിതാ വരുന്നെന്നും പറഞ്ഞ് പെട്ടെന്ന് ഗുൾ നേരെ മുകളിലേക്ക് ചാടി. അത് ചെങ്മെങ്ങിൻ്റെ മുകളിലേക്ക്. ഇത് മനസ്സിലൊന്നും വെച്ചോണ്ടല്ലെന്നും പറഞ്ഞ് അവൻ നേരെ മുകളിലേക്ക് ചാടിയിട്ട് പെട്ടെന്ന് മാസിവുള്ളൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അത് കണ്ടപ്പോൾ തന്നെ ചെങ്മെങ് പറയും ചെയ്യും, നീയല്ലോടെ ഇപ്പോൾ പറഞ്ഞത് മനസ്സിൽ വെച്ചോണ്ടല്ലെന്ന്. പക്ഷെ ഇതെന്താണ്? പെട്ടെന്ന് അവൻ തിരിഞ്ഞ് ചെങ്മെങ്ങിനെ നോക്കി. എന്നിട്ട് അവൻ്റെ കാലിലേക്ക് ആ ഒരു എനർജി ഗ്യാദർ ചെയ്തിട്ട് മേജർ സ്റ്റെപ്പും വെച്ചിട്ട് പെട്ടെന്ന് ചെങ്മെങ്ങിൻ്റെ നേരെ പാഞ്ഞെടുത്തു. എന്നിട്ട് അടുത്തൊരു നെയിം അറ്റാക്കും അവനോട്ട് യൂസ് ചെയ്ത് അത് ചെങ്മെങ് ഡോട്ട് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അവനെ ഫോളിംഗ് പെറ്റിൽ ചെയ്ത അടുത്ത സെക്കൻഡിൽ തന്നെ ഞങ്ങളുടെ തമ്മിലെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടി അവൻ ആ മേജർ സ്റ്റെപ്പ് യൂസ് ചെയ്ത്. ഇവൻ ശരിക്കും ടാലന്റഡ് ആണ്. ഉള്ളത് പറഞ്ഞാൽ നീ കുറച്ച് താഴത്ത് മാത്രമാണ് സോങ് ബേക്കിനെക്കാട്ടും. നീ ശരിക്കും ടാലന്റഡ് തന്നെയാണ്. പക്ഷേ പിന്നെ കാണുന്നത് ഗുള്ള് അവൻ്റെ ഫുൾ പവർ എടുത്തുകൊണ്ട് ചങ്ങങ്ങനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ്. എല്ലാവരും അത്ഭുതത്തോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല ബ്രദർ, കണ്ടിട്ട് സീനിയർ ബ്രദർ ജോഗുള്ള് അവനെ മൂലക്കിക്ക് മാറ്റുവാണല്ലോ. ഇത് ചിലപ്പോൾ നടന്നേക്കും, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നന്നായിട്ട്. നിനക്ക് അങ്ങനെയാണോ തോന്നിയത്? എന്ത്? ശരിയാണ്, ഒരു മൂലയ്ക്ക് ചങ്മെങ്ങിനെ അവൻ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നീ ഒന്നുകൂടെ നോക്കിയേ, ചെങ്മെങ് ഒരു തരത്തിലുള്ള സ്പെഷ്യലുള്ള മൂവ്മെൻറ്റ്സ് ചെയ്തിട്ടില്ല, ടെക്നിക്കൽ ചെയ്തിട്ടില്ല, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവൻ ആകെപ്പാട് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ് ജോഗിളിൻ്റെ ഓരോ അറ്റാക്കും ഓരോ സ്ലാഷും വളരെ ക്ലീനായിട്ട് മനസ്സിലാക്കി അത് നോക്കി അവനത് ഡോഡ്ജ് ചെയ്യുക എന്ന് മാത്രമാണ്. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു സോഡ് ഫൈറ്റ് ഇല്ല, ഇതൊരു സോഡ് ഡാൻസ് പോലെയാണ് തോന്നുന്നത്. ചങ്മെങ് കൊറിയോഗ്രാഫ് ചെയ്ത ഒരു സോഡ് ഡാൻസ്. പക്ഷേ ഇതെങ്ങനെ ഇനി അവന് ജോഗിളിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും കാണാൻ പറ്റുന്നത് കൊണ്ടാണോ? ചെങ്മെങ് കുറച്ച് മാസങ്ങൾ എവിടേക്ക് വന്നിട്ട്, പക്ഷേ ആദ്യമായിട്ടാണ് അവൻ ഒരാളായിട്ട് സ്പാർ ചെയ്യുന്നത് ഞാൻ കാണുന്നത്. അവൻ ഓരോ അറ്റാക്കും ക്ലീനായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലുള്ള അറ്റാക്കും അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നില്ല. അപ്പോൾ ശരിക്കും ഞങ്ങളും ചെങ്മെങ്ങും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അത്രത്തോളം വലുതാണല്ലേ? ഞാനിപ്പോൾ അവനോട്ട് ഒറ്റക്കൊറ്റക്ക് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവൻ്റെ എന്തെങ്കിലും അറ്റാക്സ് റീഡ് ചെയ്യാനെങ്കിലും പറ്റുമോ? ഈ സമയത്ത് തന്നെ ഗുള്ളൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതും ചെങ്മെങ്ങ് ഡോഡ് ചെയ്ത് മാറി. ഒരു ഒരൊറ്റ ഇഞ്ച്, എൻ്റെ ഓരോ അറ്റാക്കും അവൻ ഒരൊറ്റ ഇഞ്ചിനാണ് ഡോഡ് ചെയ്ത് മാറുന്നത്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എൻ്റെ സോഡ്സ് എല്ലാം തന്നെ അവന് കാണാൻ പറ്റുന്ന പോലെ ചെറിയ 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 ഗ്യാപ്പിൽ കൂടെ അവനെല്ലാം ഡോഡ് ചെയ്ത് മാറുവാണ്. ഇത് ശരിക്കും ഹോപ്പ്ലെസ് ആണ്. ഞാൻ ചത്ത് കിടന്നാണ് ഇവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ചത്ത് കിടന്ന്. എന്നിട്ട് ഒന്നും തന്നെ ഇമ്പ്രൂവ് ആയില്ലേ? എനിക്കിവിടെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ലേ? ഇല്ല, ഇത് ഞാൻ സമ്മതിക്കത്തില്ല. ഇത് മാത്രം പോരെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവനൊന്ന് ഞെട്ടി. ഇത് ഇത് ഇമ്പോസിബിൾ ഒന്നും അല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ കയ്യിലേക്ക് ആ ഒരു എനർജി ഗ്യാദർ ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ആ സോളിലേക്ക് ആ ഒരു എനർജി കൊണ്ട് നിറഞ്ഞു എന്ന് തന്നെ പറയണം. സോഡ് ക്യൂ സീനിയർ ബ്രദർ ജോകളിപ്പോൾ സോഡ് ക്യൂ അല്ലേ യൂസ് ചെയ്യുന്നത്? ഞാനിതാ വരുവാണെന്നും പറഞ്ഞ് അവൻ പ്രിപ്പയർ ചെയ്തിട്ട് നേരെ ചങ്ങങ്ങിൻ്റെ നേരെ പാഞ്ഞങ്ങോട്ടടുത്തു.
അവനൊരു മാസീവുള്ള അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ചെങ് മെങ് അതങ്ങോട്ട് സിമ്പിളായിട്ട് ഡോട്ട് ചെയ്തു. പക്ഷേ ആ ഒരു അറ്റാക്ക് ശരിക്കും മാസീവ് തന്നെയായിരുന്നു. തേർഡ് ക്ലാസ് ഡിസിപ്ലിൻസ് എല്ലാവരും ഞെട്ടിത്തെറിച്ചിരുന്നു. അവർ നോക്കിയപ്പോൾ നിലം മുഴുവൻ മറ്റൊരു രീതിയിലേക്ക് മാറിയിരുന്നു. അതിൻ്റെ ഭിത്തിയും തകർന്ന ഒരവസ്ഥയിലായിരുന്നു. അത്രയും മാസീവുള്ള അറ്റാക്ക് തന്നെയാണ് ജോഗൾ അവിടെ ചെയ്തത്. എന്നാൽ പെട്ടെന്നാണ് ചെങ് മെങ് ആ സോഡ് മുകളിലേക്ക് ഉയർത്തിയത്. ജോഗൾ നേരെ നോക്കിയപ്പോൾ ചെങ് മെങ് ആ സോഡും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. മതി, നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ആ സോഡ് കൊണ്ടൊരു അറ്റാക്ക് ചെയ്യും. ആ ഒരു സ്ലാഷ് അവൻ്റെ മുഖത്തെത്തിയതും അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. നല്ലൊരു ക്ലിഫ് ഹാങ്ങറിലാണ് കൊണ്ട് നിർത്തിയത് എന്നെനിക്കറിയാം. പക്ഷേ ഇനി ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡ് ഒരു കിണ്ണം കാച്ചി എപ്പിസോഡായിരിക്കും. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.